ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? എനിക്കും എൻ്റെ ഫാമിലിക്കും അൽഹംദുലില്ലാ സുഖമാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതൊരു മഴ നല്ല ഉണ്ടായിനടുപ്പിച്ചുള്ള ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് ഇട്ടത്. അന്ന് നല്ല മഴ, വൈകുന്നേരം കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇന്ന് റെസ്റ്റോറൻറ്റിൽ സൽക്കാരം കൂടാൻ വേണ്ടി പോവുകയാണ്. അത് കടലുണ്ടി, മലപ്പുറം ജില്ലയിലെ കടലുണ്ടി നഗരത്തിനടുത്തുള്ള ബീച്ചിനോട് ചേർന്നിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് അന്നത്തെ സൽക്കാരം. അത് നമ്മൾ കടലുണ്ടി പാലുണ്ടല്ലോ, ഈ ബീച്ച് ഇപ്പോൾ അധികം പേർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അടുത്താണിത്. ഇത് ഫാത്തിസ് കിച്ചൺ എന്നാട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ കാക്കൻ്റെ മൂന്നാമത്തെ പെങ്ങളെ വലിയ മോളും കൂടെ ഈ സൽക്കാരം നടത്തുന്നത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നല്ലോണത്തെ കുട്ടികളെ വിളിക്കുകയാണ് കേട്ടോ. അതിനും ബാറിനൊക്കെ വിളിക്കുന്ന സൽക്കാരമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. കാക്കൻ്റെ മറ്റു പെങ്ങന്മാരും മക്കളും പേരമക്കളും എല്ലാവരും വിളിച്ചിട്ടൊരു 100 ആളെ പരിപാടിയാണ് കേട്ടോ. അപ്പം വീട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഓരോരുത്തൊരു തീരുമാനമാണ് റെസ്റ്റോറൻറ്റിലാക്കാന്ന്. പക്ഷേ റെസ്റ്റോറൻറ്റിലാക്കിയിട്ട് അന്ന് നല്ല മഴയും കാറ്റുമായിട്ട് കടലിനോട് ചേർന്ന സ്ഥലം കൂടെ ആയതുകൊണ്ട് ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര പേടിച്ചൊക്കെ ചെയ്തിനി. അപ്പം അങ്ങനെ മഴയിനി ഭയങ്കര കാറ്റായതുകൊണ്ട് ഇങ്ങനെ കടലിൻ്റെ വക്കനായതുകൊണ്ടായിരിക്കും നല്ല കാറ്റടിച്ചിട്ട് ചേറൊക്കെ വീണ് പോവുക. നമ്മളൊക്കെ പേടിച്ചതായി. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ. ഒരു കടലാണ് ബാക്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട് നമുക്ക് കടലേക്ക് ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കടൽ ഭയങ്കര കലിപ്പിലാണ് അന്ന്. ഭയങ്കര മഴയും കാറ്റും ആയതുകൊണ്ട് തന്നെ കടലിങ്ങനെ ഇരമ്പി മറിയാണ് കേട്ടോ. ഒരു നിലക്കും അമരാത്ത രീതിയിലാണ് കടൽ മറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിതാ 7 മണിയാകുമ്പോൾ 7 മണി ടു 9 മണി വരെ കേട്ടോ ടൈം തന്നത്. അപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ ഒരു കുട്ടിയൊക്കെ ഊഞ്ഞാലാടാനും സീസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതൊരു ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് മേൽഭാഗത്താണ് ഇതിൻ്റെ ഫുഡ് കഴിക്കണ ഭാഗങ്ങളൊക്കെ. കിച്ചണും കാര്യങ്ങളൊക്കെ താഴെയാണ് കേട്ടോ. അപ്പോൾ അന്ന് നമുക്കൊരു കേക്ക് മുറിയും കൂടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ താത്തൻ്റെ 2ാമത്തെ മോളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ സർപ്രൈസ് തന്ന്. കാരണം കേക്ക് കൊണ്ടുവന്ന് അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറി എന്നുള്ള ഓർമ്മയില്ല. കേക്കൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളോട് സർപ്രൈസാക്കി, ഓളും പുതിയാപ്പിളയും. അങ്ങനെ മക്കൾ കാറിൽ നിന്ന് ആ കേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും വരുന്നതിന് മുന്നേ നമുക്ക് കേക്ക് മുറി നടത്താമെന്ന് പറയാണ്ട്. അപ്പോൾ താത്തയും മക്കളും മരുവോളും എത്തിക്കണം, എൻ്റെ മൂത്തച്ഛൻ എത്തിക്കണം, ഞങ്ങളും എത്തിക്കണം. ഈ കേക്ക് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും എത്തുമ്പോൾ അത് മുറിക്കുക എന്നുള്ള രീതിയിലാണ് അത് ഇതാക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കയറിയപ്പോൾ അങ്ങനെ നമുക്ക് ചെയറൊക്കെ ഇട്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചെയർമൊന്നും ഇരിക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ അയക്കുന്നത്. അങ്ങനെ ചീതനടിച്ചിട്ട് ഇതാണ് കേക്ക്. അപ്പോൾ കേക്ക് ഓല് മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു കഷ്ണം പെണ്ണുങ്ങൾക്ക് കൊടുക്കും, ഒരു കഷ്ണം പുയ്യാപ്പിളൊന്നും കൊടുക്കില്ല. പുയ്യാപ്പിളല്ല, പുയ്യാപ്പിളാന്ന് പറയാനുള്ളത്. ഞാന് പൊട്ടനാ വലിയ പുത്രിയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കൂ. 2ാമത്തെ പുത്രി. അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കേക്കൊക്കെ വിഷ്മോള് ഒക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്ത് കുറച്ച് പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വരാൻ അങ്ങനെ ലേറ്റ് ആവുകയാണ്. നമ്മൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയിട്ടും ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇനി. കാരണം 7 മണി മുതൽ 9 മണിയാണല്ലോ നമ്മൾ ടൈം പറഞ്ഞത്. അതാ ഓരോരുത്തർ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാസി മക്കൾ രാമനാട്ടുള്ള താത്തൻ്റെ മോളാണിത്. സിലൂസ് ഇതൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ ഓരോ ടീം എത്തി കേട്ടോ. റിയാനും മക്കളും എത്തിയിട്ടുണ്ട്. അങ്ങനെ രാമനാട്ടത്തെ കുറച്ച് ആൾക്കാരൊക്കെ എത്തി. അത് കഴിഞ്ഞിതാ ഓരോരുത്തർ എത്തി. മരുക്കളും അവിടുത്തെ മരുമക്കളും മക്കൾ താത്ത അവിടുത്തെ രാമനാട്ടത്തെ താത്ത അളിയന് അങ്ങനെയൊക്കെ എല്ലാവരും എത്തി. ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്ലോക്കാണ് റോഡൊക്കെ. വയറും ഓരൊക്കെ വരുന്ന റോഡൊക്കെ ബ്ലോക്കായിട്ട് മരം വിട്ട് ബ്ലോക്കായിട്ട് ഒരു മണിക്കൂറോളം അവർ കുടുങ്ങിയാണ്. മറ്റേ നിലത്ത് 2 കാറിലായിട്ടാണ് കേട്ടോ. ഒരു കാറിൽ ഒരു വേറെ അറിയിച്ചതുകൊണ്ട് ഒരു വേറെ വഴിക്ക് തിരിഞ്ഞ്. ഇവർ കുറേ കഴിഞ്ഞ് വേറെ വഴിയൊക്കെ തിരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അതുപോലെ പൂവാട്ടുപറമ്പുള്ളവരും ഒക്കെ ഒന്ന് ലേറ്റായി, 9 മണിയൊക്കെ ആയിരുന്നു. കാരണം വിചാരിച്ച പോലെ നല്ല മഴ ആയതുകൊണ്ട് വിചാരിച്ചമാർ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ടൈം നമുക്ക് കൂട്ടി തന്നു കേട്ടോ. മഴക്കായതുകൊണ്ട് തന്നെ 10 മണി വരെയൊക്കെ നമ്മളവിടെ നിന്നിക്കണേ. അവിടെ നല്ലത്തെ ഭാഷയ്ക്കിന് പനിയാണ് കേട്ടോ. അപ്പോൾ അവന് തണുത്തിട്ട് ഇങ്ങനെ ഒരു പൊതുപ്പ് ഇങ്ങനെ പൊതിച്ചാണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പം എല്ലാവരും എത്തിയിട്ടോ. നല്ലത്തെ ടീമാണ് ലാസ്റ്റ് എത്തിയത്. ബായറുമോനും ഉള്ള കാറാണ് ഒരു കുടുങ്ങിയത്. ഒക്കെ കഴിഞ്ഞ് ഒരു എത്തി. അങ്ങനെ ഫുഡ് ബീഫ് ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, ചിക്കൻ കുറുമ,
ബീഫ് അല്ല ചിക്കൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ എല്ലാവർക്കും കോഫിയാണ് കൊടുത്തത്. അത് പിന്നെ ഓരോ വക ഒരു പറഞ്ഞാൽ ഞങ്ങളെ വകയാണെന്നുള്ളത്. കോഫിയൊക്കെ ഞങ്ങൾക്ക് ഒരു തന്ന്. പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ അലുവയും പിന്നെ പാൽവായക്കാണ് ഇട്ടാക്കിയത്. അങ്ങനെയാണ് അതൊക്കെ. പിന്നെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ. ആ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ വാച്ച് അവർ ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മാഷാ അല്ലാ. എന്നാലും നിങ്ങളെല്ലാവരും ഒന്നും കൂടെ സപ്പോർട്ടൊക്കെ ചെയ്താൽ പെട്ടെന്ന് വാച്ച് അവർ ആവും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പൂവാട്ടുമ്പത്ത് ടീമെത്തി. അങ്ങനെ ഇതാ നല്ലത്തെ ബയർമോൻ ഇതാ വരുന്നത്. അവൻ്റെ വണ്ടിയാണ് കുടുങ്ങിയത്. അതാണല്ലോ ലാസ്റ്റ് എത്തിയത്. അപ്പം പിന്നെ താത്തൻ്റെ അളിയൻ്റെ കുടുംബത്തിലുള്ള ഉണ്ട് കേട്ടോ. അനിയൻ്റെ മോൻ്റെ കല്യാണം ഇതേപോലെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓരോക്കെ വന്നിട്ടുണ്ട്. ഓരോ വിളിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളെ മോനും വൈഫ് അങ്ങനെയൊക്കെ അവരുണ്ട്. പിന്നെ ബുഷിൻ്റെ അവിടുന്ന് ഓളമ്മായിമ്മ ഇളച്ചികൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 100 ആളെ പരിപാടിയാണ്. പിന്നെ ബുഷിൻ്റെ മോന് പൊന്നുമല്ലേ, പൊന്നുവിൻ്റെ ഫ്രണ്ട്സ് ഒരു 5-10 ആളുകളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ ഫുഡൊക്കെ ഇതാ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ ടേബിളൊക്കെ ഇട്ടുങ്ങാണ്ട് എല്ലാം സെറ്റ് ചെയ്തിക്കണേ. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം ആളുകളൊക്കെ അതിൽ കഴിച്ചിരിക്കണേ. പിന്നെ കുറച്ച് ആളുകൾ 2 ട്രിപ്പിലും കഴിച്ച്. പിന്നെ ഇങ്ങനെ ഒന്നായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് 3 ദിവസം അടുപ്പിച്ച് ഞങ്ങൾക്ക് സൽക്കാരമായിന്. ഞായറാഴ്ച അന്ന് പിന്നെ പൂവാട്ടുപറമ്പുള്ള താത്തൻ്റെ കൂടെ ഇനി ഇത് 2ാമത്തെ ദിവസം തിങ്കളാഴ്ച ഈ താത്തൻ്റെ, പിന്നെ ചൊവ്വാഴ്ച രാമനാട്ടത്തെ താത്തൻ്റെ സൽക്കാരം. 3 ദിവസം രാമനാട്ടത്തെ സൽക്കാരത്തോടെ കലാശക്കൊട്ടയിന് കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ബാധുവിൻ്റെ ഓപ്പറേഷന് ഇനി ബുധനാഴ്ച അവൻ അഡ്മിറ്റായി. വ്യാഴാഴ്ച ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ. ഇപ്പം ബുദ്ധിമുട്ട് ഒന്നുമില്ല. ഇനി നമുക്ക് 3 ആഴ്ച എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഫുൾ റെസ്റ്റ്. അത് കഴിഞ്ഞ് 3 മാസമാണ് റെസ്റ്റ്. അതിൽ 3 ആഴ്ച ഫുൾ റെസ്റ്റ്. കട്ടുമെന്ന് നീക്കാതെ ബാത്റൂം പോകാൻ മാത്രം നീക്കാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഇതാ പിന്നെ അലുവയും പിന്നെ പാൽവായ്ക്കാണ് കേട്ടോ നമ്മൾ ഫുഡിൻ്റെ ശേഷമുള്ള ഇത്. ഇത്രയൊക്കെയാണ് വീഡിയോ ഉള്ളത്. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.